ദമ്പതികൾ തമ്മിൽ പരസ്പരം വഴക്കിടുകയും തമ്മിൽ തല്ലുകയും ചെയ്യുന്ന വീട്ടിലെ അവസ്ഥ എന്തായിരിക്കും? എല്ലാ കുടുംബങ്ങളിലും സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടാകാം, അല്ലേ? എന്നാൽ അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നം കണ്ടുവളരുന്ന മക്കളുടെ ഭാവിയെക്കുറിച്ച് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? എപ്പോഴും കലഹമുള്ള വീടുകളിലെ കുട്ടികൾക്ക് മാതാപിതാക്കളിൽ നിന്ന് സ്നേഹവും കരുതലും പോലും കിട്ടാറില്ല. ഒടുവിൽ സ്നേഹം തേടിയവർ പുറത്തേക്കിറങ്ങുന്ന കാഴ്ചകൾ കാണാം. അവിടെ പല കഴുകൻ കണ്ണുകളുമുണ്ട്. ഇടുക്കിയിൽ മാതാപിതാക്കൾ തമ്മിലുള്ള കലഹത്തിൽ മനംനൊന്ത് വീട് വിട്ടിറങ്ങിയ പെൺകുട്ടിക്ക് സംഭവിച്ച ദുരന്തം നമ്മൾ അറിയണം. ഇതോടൊപ്പം കാസർഗോഡ് ഒരു യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ ഉസ്താദിനെ കുറിച്ചും കേട്ട് വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ഇസ്ലാം മതവിശ്വാസപ്രകാരം ഏറ്റവും പുണ്യമായ സ്ഥലമാണ് മക്ക. പുണ്യാത്മാക്കൾ കുടികൊള്ളുന്ന തീർത്ഥാടന കേന്ദ്രങ്ങൾ. വിശ്വാസികൾ പ്രാർത്ഥിക്കാനും സമാധാനവും സന്തോഷവും തേടിയും ഇതുപോലുള്ള ആരാധനാലയങ്ങളിൽ പോകും. എന്നാൽ ഇങ്ങനെ പ്രാർത്ഥിക്കാനായി മഖാമിലെത്തിയ യുവതിക്ക് നേരിട്ടത് അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന അനുഭവമാണ്. കാസർഗോഡ് മടക്കരയിൽ യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ഉസ്താദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടപ്പള്ളി മഖാമിലെ ഉസ്താദ് വയനാട് സ്വദേശി മുഹമ്മദ് കുട്ടിയാണ് പിടിയിലായത്. മഖാമിലെത്തിയ യുവതിയുടെ ശരീരത്തിൽ സ്പർശിക്കുകയും പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തെന്നാണ് പരാതി. തൃക്കരിപ്പൂർ മടക്കര തുരുത്തി കോട്ടപ്പള്ളി മഖാമിലെ ഉസ്താദാണ് ലൈംഗികാതിക്രമ കേസിൽ അറസ്റ്റിലായത്. വയനാട് കമ്പളക്കാട് സ്വദേശി ചോലേരി ഹൗസിൽ മുഹമ്മദ് കുട്ടിയെയാണ് ചന്ദേര പോലീസ് അറസ്റ്റ് ചെയ്തത്. 2026 ഫെബ്രുവരി 15 ഉച്ചയ്ക്ക് 2 മണിക്കും വൈകുന്നേരം 5:30 ഇടയിലാണ് കേസിനാസ്പദമായ സംഭവം. പരാതിക്കാരിയായ യുവതി കോട്ടപ്പള്ളി മഖാമിലെത്തിയ സമയത്ത് പ്രതിയായ ഉസ്താദ് ലൈംഗിക ഉദ്ദേശത്തോടെ യുവതിയുടെ ശരീരത്തിൽ സ്പർശിക്കുകയും പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് പരാതി. വയനാട് കമ്പളക്കാട് വെച്ചാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. ചന്ദേര സബ് ഇൻസ്പെക്ടർ സി മനോജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കാസർഗോഡ്. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക്കിനെ ഓർമ്മയില്ലേ? ആ ചെറുപ്പക്കാരൻ്റെ മുഖം അങ്ങനെ മറക്കാൻ കഴിയുമോ? ബസ്സിൽ വെച്ച് ലൈംഗികമായി ആക്രമിച്ചെന്ന പേരിൽ ദീപക്കിനെ സോഷ്യൽ മീഡിയയിൽ പരസ്യ വിചാരണ ചെയ്തവരുണ്ട്. ഒരാളൊരു തെറ്റ് ചെയ്തെങ്കിൽ അതിന് ഈ നാട്ടിൽ നിയമവും നിയമ സംവിധാനങ്ങളുമുണ്ട്. അല്ലാതെ പൊതുമധ്യത്തിൽ അപമാനിക്കപ്പെടുമ്പോഴുള്ള മനോവിഷമം ആരെയും മാനസികമായി തകർക്കാം. തിരുവനന്തപുരം മങ്കരപുരത്ത് KSRTC ബസ്സിനുള്ളിൽ അഭിഭാഷകയോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിൽ പോലീസ് ഒരു യുവാവിൻ്റെ ഫോട്ടോ വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു. സംഭവത്തിന് പിന്നാലെ മങ്കരപുരം പോലീസ് അന്വേഷിച്ചു വന്ന ബാലരാമപുരം സ്വദേശിയായ വിമൽ കുമാറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. തെറ്റു ചെയ്തതിൻ്റെ കുറ്റബോധമാണോ അതോ ചെയ്യാത്ത തെറ്റിന് വേട്ടയാടപ്പെട്ടതാണോ വിമൽ കുമാറിനെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്ന് പരിശോധിക്കണം. ബാലരാമപുരം സ്വദേശി വിമൽ കുമാറാണ് മരിച്ചത്. വർക്കലയിൽ പ്രവർത്തിക്കുന്ന AR ലോഡ്ജിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ 28-ാം തീയതിയാണ് റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ലോഡ്ജിൽ ഇയാൾ മുറിയെടുത്തത്. 4 ദിവസത്തിനുള്ളിൽ പോകുമെന്ന് ജീവനക്കാരെ അറിയിച്ചിരുന്നു. എന്നാൽ 4 ദിവസം കഴിഞ്ഞിട്ടും വിമൽ കുമാറിനെ കാണാതായതോടെ ജീവനക്കാർ വാതിലിൽ മുട്ടിവിളിച്ചു. വാതിൽ തുറക്കാതിരുന്നതിനെ തുടർന്നാണ് ജീവനക്കാർ പോലീസിൽ വിവരമറിയിച്ചത്. പോലീസ് എത്തി കതക് ചവിട്ടിപ്പൊളിച്ചകത്തു കയറിയപ്പോഴാണ് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്.
നിലത്ത് കിടന്ന മെത്തയിൽ കമഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. പോലീസ് തുടർ നടപടികൾക്ക് ശേഷം മൃതദേഹം വർക്കല താലൂക്ക് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. KSRTC ബസ്സിനുള്ളിൽ അഭിഭാഷകയോട് അപമര്യാദയെ പെരുമാറിയെന്ന പരാതിയിൽ തിരുവനന്തപുരം മംഗലപുരം പോലീസ് വിമൽകുമാറിനെ അന്വേഷിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ മാസം 26-ാം തീയതി ആറ്റിങ്ങലിൽ നിന്നും ബാലരാമപുരത്തേക്ക് യാത്ര ചെയ്യവെയായിരുന്നു പരാതിക്കാസ്പദമായിരുന്ന സംഭവം. സഹയാത്രികയായിരുന്ന അഭിഭാഷക തന്നെ ശല്യപ്പെടുത്തിയെന്ന് കാട്ടി ഫോട്ടോ ഉൾപ്പെടെ മംഗലപുരം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തുടർന്ന് ഇയാളെ തിരിച്ചറിയാനായി പോലീസ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഫോട്ടോ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇതിനിടെയാണ് യുവാവിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. പ്രവാസിയായിരുന്ന വിമൽകുമാർ അടുത്തിടെയാണ് നാട്ടിലെത്തിയത്. സംഭവത്തിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 ആറ്റിങ്ങൽ. മക്കളുടെ മുന്നിൽ വെച്ച് പരസ്പരം വഴക്കിടുന്ന ദമ്പതികളാണോ നിങ്ങൾ? വീട്ടിലെപ്പോഴും പ്രശ്നങ്ങളും സംഘർഷവും കണ്ടുവളരുന്ന കുട്ടികളാണ് പലപ്പോഴും സ്നേഹം തേടി പുറത്തു പോകുന്നത്. പിന്നീട് അവർ വലിയ ചതിക്കുഴികളിൽ പോലും വീഴാം. ഇടുക്കി വണ്ണപ്പുറത്ത് 5 വർഷം മുൻപ് ഒരു വീട്ടിൽ സംഭവിച്ച ദുരന്തം നമ്മളെല്ലാം പരിശോധിക്കേണ്ടതാണ്. 2021 മാതാപിതാക്കൾ തമ്മിലുള്ള കലഹത്തിൽ മനംനൊന്ത് വീട് വിട്ട പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം ഉണ്ടായത്. ബസ് സ്റ്റാൻഡിൽ ഒറ്റയ്ക്ക് കണ്ട പെൺകുട്ടിയെ സഹായിക്കാനെന്ന വ്യാജേന കൂട്ടിക്കൊണ്ടുപോയി പ്രതി ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു. കേസിൽ വണ്ണപ്പുറം സ്വദേശി ബേസിലിന് കോടതി 48 വർഷം കഠിന തടവ് ശിക്ഷയാണ് വിധിച്ചത്. തൊടുപുഴ പോക്സോ കോടതിയുടെ വിധി കുട്ടികളെ പീഡിപ്പിക്കുന്നവർക്കുള്ള താക്കീത് കൂടിയാണ്. ഏപ്രിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. ബസ് സ്റ്റാൻഡിൽ ഒറ്റയ്ക്ക് കണ്ട പെൺകുട്ടിക്ക് സഹായം വാഗ്ദാനം ചെയ്ത പ്രതി തന്റെ വീട്ടിൽ ഭാര്യയും മക്കളുമുണ്ടെന്ന് വിശ്വസിപ്പിച്ച് കൂട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. അയൽവാസികളില്ലാത്ത വീട്ടിൽ 9 ദിവസത്തോളം പെൺകുട്ടിയെ അന്യായമായി തടങ്കലിൽ പാർപ്പിച്ചു. പിന്നീട് കുട്ടിയുടെ അമ്മ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുക്കുകയായിരുന്നു. പ്രതിക്ക് 48 വർഷം കഠിന തടവും 2.5 ലക്ഷം രൂപ പിഴയുമാണ് കോടതി ശിക്ഷ വിധിച്ചത്. പിഴത്തുക അടച്ചില്ലെങ്കിൽ 7.5 വർഷം കൂടി തടവനുഭവിക്കണം. പിഴത്തുകയിൽ നിന്നുള്ള 2 ലക്ഷം രൂപയ്ക്ക് പുറമെ ഇരയ്ക്ക് 4 ലക്ഷം രൂപയുടെ പ്രത്യേക നഷ്ടപരിഹാരം നൽകാനും കോടതി ഉത്തരവിട്ടു. തൊടുപുഴ പോക്സോ കോടതി പ്രത്യേക ജഡ്ജി ആഷ് കെ ബാലാണ് ശിക്ഷ വിധിച്ചത്. വിചാരണ വേളയിൽ 25 സാക്ഷികളെ വിസ്തരിക്കുകയും 42 രേഖകൾ പരിശോധിക്കുകയും ചെയ്തു. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ PB വാഹിദ ഹാജരായി. ന്യൂസ് 18 ഇടുക്കി. മദ്യവും ലഹരിയുമാണ് പല കുടുംബങ്ങളിലും വില്ലനാകുന്നത്. ലഹരി തലയ്ക്ക് പിടിച്ചാൽ പിന്നെ അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്തവരെയും മാതാപിതാക്കളെ പോലും വകവയ്ക്കാത്തവരെയും കാണാം. പാലക്കാട് ഷൊർണൂരിൽ മദ്യലഹരിയിൽ അച്ഛനെ കൊലപ്പെടുത്തിയ യുവാവിൻ്റെ കഥ ഞെട്ടിപ്പിക്കുന്നതാണ്. ഒന്നിച്ചിരുന്ന് മദ്യപിച്ച ഉണ്ണികൃഷ്ണനും മകൻ മനോജും തമ്മിൽ ആദ്യം ചെറിയ വാക്കുതർക്കമുണ്ടായി. പിന്നീട് അക്രമാസക്തനായ മനോജ് പിതാവിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. മകന്റെ മർദ്ദനമേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഉണ്ണികൃഷ്ണൻ ഒടുവിൽ മരിച്ചെന്ന വാർത്തയാണ് കേട്ടത്. സംഭവത്തിന് പിന്നാലെ അറസ്റ്റിലായ മനോജിനെതിരെ പോലീസ് കൊലക്കുറ്റം കൂടി ചുമത്തി. കഴിഞ്ഞ മാസം 23 പുലർച്ചെ കൂനത്തറ ചണ്ണമ്പറ്റ ശിവക്ഷേത്രത്തിന് സമീപമുള്ള വീട്ടിൽ വെച്ചാണ് ആക്രമണം നടന്നത്. മദ്യലഹരിയിലായിരുന്ന മകൻ മനോജ് ഇരുവരും തമ്മിലുള്ള വാക്കുതർക്കത്തിനിടയിൽ മരത്തടി കൊണ്ട് ഉണ്ണികൃഷ്ണനെ തലക്കടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയായിരുന്നു.
അതിനുശേഷം വീട്ടിൽ നിന്നും രക്ഷപ്പെട്ട മനോജിനെ മണിക്കൂറുകൾക്കുള്ളിൽ ഷൊർണൂർ പോലീസ് എത്തി പരിസരത്തു നിന്നും പിടികൂടി. ഗുരുതരമായി പരുക്കേറ്റ ഉണ്ണികൃഷ്ണനെ ആദ്യം വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചെങ്കിലും ബുധനാഴ്ച രാത്രിയോടെ മരിച്ചു. ഇരുവരും ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്നതിനിടെ വാക്കുതർക്കം ഉണ്ടാവുകയായിരുന്നു. തുടർന്ന് കയ്യിൽ കിട്ടിയ മരത്തടി കൊണ്ട് മനോജ് പിതാവിനെ അടിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. നിലവിൽ ഒറ്റപ്പാലം സബ് ജയിലിൽ റിമാൻഡിലാണ് പ്രതി മനോജ്. ഇയാൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തും. ന്യൂസ് 18 പാലക്കാട്. അവനെ കൊല്ലട എന്ന ആക്രോശം, പിന്നീട് സംഘം ചേർന്നുള്ള ക്രൂരമർദ്ദനം. കൊല്ലം ശക്തികുളങ്ങരയിൽ ക്ഷേത്രോത്സവത്തിനെത്തിയ 18-കാരനെ ആൾക്കൂട്ടം തല്ലിച്ചതയ്ക്കുന്ന കാഴ്ച ഭയപ്പെടുത്തുന്നതായിരുന്നു. ഉത്സവത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഹരികൃഷ്ണൻ മരിച്ചെന്ന വാർത്ത ഒരു നാടിനെ മുഴുവൻ നടുക്കിയിരിക്കുന്നു. സംഘർഷത്തിൽ ഹരികൃഷ്ണനെ കൂടാതെ സഹോദരൻ ജയകൃഷ്ണനും ബന്ധു രാജേഷിനും മർദ്ദനമേറ്റിരുന്നു. സംഭവം നടന്ന് 3 ദിവസമായിട്ടും 4 പ്രതികളെ മാത്രമാണ് പോലീസിന് ഇതുവരെയും പിടികൂടാൻ കഴിഞ്ഞത്. മറ്റു പ്രതികൾക്കായി തെരച്ചിൽ നടക്കുന്നുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിശദീകരണം. ശക്തികുളങ്ങര മരുത്തടി ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ ക്രൂരമർദ്ദനമേറ്റതാണ് ഹരികൃഷ്ണന്റെ മരണത്തിന് കാരണം. മാർച്ച് 2 വെളുപ്പിന് തങ്കയങ്കി ഘോഷയാത്രയ്ക്കിടെ ഉണ്ടായ തർക്കത്തെ തുടർന്ന് ഹരികൃഷ്ണൻ, സഹോദരൻ ജയകൃഷ്ണൻ, ബന്ധു രാജേഷ് എന്നിവരെ സംഘം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഹരികൃഷ്ണൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. കേസിൽ മരുത്തടി സ്വദേശികളായ സുനിൽകുമാർ, രതീഷ് എന്നിവർ നേരത്തെ പിടിയിലായിരുന്നു. 1-ാം പ്രതി വിമൽ രാജ്, 2-ാം പ്രതി സനിൽകുമാർ എന്നിവർ കൂടി പിടിയിലായതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 4 ആയി. മറ്റു പ്രതികൾ ഒളിവിലാണെന്നും ഇവർക്കായി അന്വേഷണം ഊർജിതമാണെന്നും പോലീസ് അറിയിച്ചു. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം 11-അംഗ പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. മരിച്ച ഹരികൃഷ്ണന്റെ മാതാപിതാക്കൾ രോഗബാധിതരാണ്. അടൂർ പോളിടെക്നിക് കോളേജിലെ പഠനത്തിനിടയിൽ ജോലി ചെയ്തായിരുന്നു ഹരികൃഷ്ണൻ കുടുംബം നോക്കിയിരുന്നത്. ഉത്സവത്തിന് ബന്ധുവീട്ടിലെത്തിയതായിരുന്നു ഹരികൃഷ്ണനും സഹോദരൻ ജയകൃഷ്ണനും. നിസ്സാര കാരണത്തിന്റെ പേരിൽ യുവാവിന്റെ ജീവനെടുത്ത സംഭവം നാട്ടിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കൊട്ടാരക്കര. കഷ്ടപ്പെട്ട് തൊഴിലെടുത്ത് കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ട് വലിയ സ്വപ്നങ്ങൾ കാണുന്നവരാണ് നമ്മളെല്ലാവരും. കയറിക്കിടക്കാൻ സ്വന്തമായൊരു വീട്, മക്കളുടെ പഠനം, നല്ലൊരു ഭാവി, ഇങ്ങനെ പല പ്രതീക്ഷകളുമുണ്ട്. എന്നാൽ ഇങ്ങനെ സമ്പാദിക്കുന്ന പണം ഒരിക്കൽ നഷ്ടപ്പെട്ടാലുള്ള വേദന എത്രത്തോളം കഠിനമായിരിക്കുമല്ലേ? എറണാകുളം പെരുമ്പാവൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന സന്ദീപ് എന്ന ചെറുപ്പക്കാരൻ ജോലിയെടുത്ത് കിട്ടുന്ന പണം കൊണ്ട് ഒരു വീട് പണിയണമെന്നും മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കണമെന്നുമൊക്കെ സ്വപ്നം കണ്ടു. പക്ഷെ മനസാക്ഷിയില്ലാത്ത ഒരു കള്ളൻ സന്ദീപിനും കുടുംബത്തിനും സമ്മാനിച്ചത് തീരാ കണ്ണീരാണ്. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 10 പവനോളം വരുന്ന സ്വർണവും പണവും മാത്രമല്ല, മക്കളുടെ കുടുക്ക വരെ മോഷ്ടിച്ചാണ് കള്ളൻ കടന്നു കളഞ്ഞത്. പെരുമ്പാവൂർ കുറുപ്പംപടിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന സന്ദീപിന്റെ വീട്ടിൽ ബുധനാഴ്ച പകലാണ് കള്ളൻ കയറിയത്. ഇവിടെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന വള, മാല, മോതിരങ്ങൾ ഉൾപ്പെടെ 10 പവനോളം സ്വർണം നഷ്ടപ്പെട്ടു. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ സന്ദീപ് കോട്ടയത്ത് ജോലിക്കായി പോയിരുന്ന സമയത്തായിരുന്നു കവർച്ച. സന്ദീപിന്റെ ഭാര്യ കുറുപ്പംപടിയിലെ സ്വകാര്യ സൂപ്പർ മാർക്കറ്റിലെ ജീവനക്കാരിയാണ്.
സ്കൂളിൽ പോയ മക്കൾ വൈകിട്ട് എത്തിയപ്പോഴാണ് വീടിന്റെ പിൻവാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടത്. പിന്നീട് പരിശോധിച്ചപ്പോൾ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവും നഷ്ടപ്പെട്ടതായി മനസ്സിലായി. കുട്ടി കുടുക്കയിൽ സൂക്ഷിച്ചിരുന്ന പണവും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതുകൂടാതെ മക്കളുടെ ഡാൻസിനായി ഉപയോഗിക്കുന്ന ആഭരണങ്ങളും മോഷ്ടാവ് കവർന്നു. അപ്പോൾ കൊച്ചു വൈകുന്നേരം 4 മണി ആയപ്പോഴത്തേക്കുമാണ് വന്ന് പറയണ. ഇത് തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞ് അലമാരിയൊക്കെ തുറന്നു കിടക്കുന്നു, പുറത്തെ ഡോറും അതുപോലെ തന്നെ പൊളിച്ച നിലയിൽ കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറന്ന് ഇടിച്ച് പൊളിച്ച രീതിയിൽ കിടക്കുക. എന്നിട്ട് സ്വർണവും കാര്യങ്ങളും ഇതെല്ലാം നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ കൊച്ചിൻ്റെ പൈസ, അവിടെ ഇരുന്ന് വെച്ച പൈസയെല്ലാം നഷ്ടപ്പെട്ടു. ഏകദേശം ഒരു 10-15 പവൻ്റെ സ്വർണം പോയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള പൈസയാണ് 15,000 രൂപയോളത്തോളം പൈസ പോയിട്ടുണ്ട്. സ്വന്തമായി ഒരു വീട് പോലും ഇല്ലാത്ത സന്ദീപ് ജോലിയെടുത്ത് കിട്ടിയ പണം കൊണ്ട് വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളാണ് കള്ളൻ കൊണ്ടുപോയത്. സംഭവത്തിൽ വീട്ടുകാർ കുറുപ്പുംപടി പോലീസിൽ പരാതി നൽകി. ഇവരുടെ മൊഴിയെടുത്ത പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ തന്നെയാണ് മോഷണത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ സംശയം. ന്യൂസ് 18 പെരുമ്പാവൂർ. കലാലയങ്ങൾ കലാപഭൂമിയായി മാറിയാൽ എന്തു ചെയ്യും? കേരളത്തിലെ ചില ക്യാമ്പസുകളുടെ അവസ്ഥയാണിത്. കൊല്ലം കൊട്ടാരക്കര സെന്റ് ഗ്രിഗോറിയോസ് കോളേജിൽ ആർട്സ് പരിപാടി നടത്തുന്നതുമായി ബന്ധപ്പെട്ട തർക്കം വലിയ സംഘർഷത്തിലാണ് കലാശിച്ചത്. ആക്രമണത്തിൽ നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. SFI KSU പ്രവർത്തകർ തമ്മിലടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സംഘർഷം രൂക്ഷമായതിനാൽ കോളേജ് ഇനിയൊരു അറിയിപ്പുണ്ടാകുമെന്നുവരെയും അടച്ചിരിക്കുകയാണ്. കൊട്ടാരക്കര സെന്റ് ഗ്രിഗോറിയസ് കോളേജിൽ പുറത്തുനിന്നെത്തിയ നേതാക്കളും വിദ്യാർത്ഥികളുമായുള്ള തർക്കമാണ് സംഘർഷത്തിന് കാരണമായത്. KSU SFI പ്രവർത്തകരാണ് ഏറ്റുമുട്ടിയത്. കോളേജിൽ ആർട്സ് പരിപാടി നടത്തുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് വൻ സംഘർഷത്തിൽ കലാശിച്ചത്. നിരവധി വിദ്യാർത്ഥികൾക്കും നേതാക്കൾക്കും പരിക്കേറ്റു. KSU പ്രവർത്തകർ കൊട്ടാരക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലും SFI പ്രവർത്തകർ താലൂക്ക് ആശുപത്രിയിലും ചികിത്സ തേടി. സംഘർഷം രൂക്ഷമായതിനാൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ക്ലാസുകൾ ഉണ്ടാകില്ലെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ന്യൂസ് 18 കൊട്ടാരക്കര. അങ്കമാലിയിൽ അമിത വേഗത്തിലെത്തിയ കാറിടിച്ച് വിദ്യാർത്ഥിനി മരിച്ച കേസിൽ പോലീസിന് വീഴ്ച സംഭവിച്ചോ? അപകടം നടന്ന 5 ദിവസം കഴിയുമ്പോഴും എന്തുകൊണ്ടാണ് പ്രതിയെ കണ്ടെത്താൻ കഴിയാത്തത്? അന്വേഷണത്തിൽ വീഴ്ചയില്ലെന്നാണ് പോലീസിന്റെ വിശദീകരണം. കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച പോലീസ് പ്രതി ഡോക്ടർ സിറിയക് ജോർജിന് വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. ജസ്ലിയ എന്ന പെൺകുട്ടിയെ വാഹനമിടിച്ച ശേഷം നിർത്താതെ പോയ നടപടിയിൽ ഡോക്ടർക്കെതിരെ നിയമ നടപടി മാത്രം പോരാ, ആരോഗ്യവകുപ്പ് നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വിദ്യാർത്ഥിനിയായ ജാസ്ലിയ ജോൺസനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തിയ യുവ ഡോക്ടർ സിറിക് ജോർജ് ദിവസങ്ങളായിട്ടും ഒളിവിൽ തന്നെയാണ്. പ്രതിയെ പിടികൂടാത്ത പോലീസ് നടപടിയിൽ കുടുംബം അതൃപ്തി പ്രകടിപ്പിച്ചു. മകൾക്ക് നീതി ലഭിക്കണമെന്ന് അമ്മ ലിമ. ഡോക്ടേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാനുള്ളവരാ. ആള് തന്നെ ഇങ്ങനെ ഒരു ജീവൻ എടുത്തു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. അത് വലിയ ആളായതുകൊണ്ടാണോ നമ്മള് ആളെ ഇതുവരെ കിട്ടാത്തത്? ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വലിയ സ്ഥലത്തെ വലിയ ഫാമിലി, വലിയ ക്യാഷ് ഉള്ള ആള് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്റെ മൂക്ക് എന്തായാലും നീതി വാങ്ങി തരണം, എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ. പ്രതിയെ പിടികൂടാത്തതിൽ വ്യാപക വിമർശനം ഉയർന്നതോടെ അന്വേഷണത്തിനായി പ്രത്യേക സംഘം നിയോഗിച്ചു. എറണാകുളം റൂറൽ SPയുടെ നേതൃത്വത്തിലാകും ഇനി അന്വേഷണം. പ്രതിയെ പിടികൂടുന്നതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് റൂറൽ SP KS സുദർശനൻ പറഞ്ഞു. പ്രതിയുടെ പേരിൽ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. കുറ്റകരമായ നരഹത്യക്ക് കേസെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാഹനം റിക്കവർ ചെയ്തിട്ടുണ്ട്. പ്രതിയെ പിടികൂടുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ചിട്ടുണ്ട്. ഈ കേസിലെ പ്രതിയെ പിടികൂടാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
പ്രതി രാജ്യം വിടാതിരിക്കാൻ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. ഫെബ്രുവരി 28-നാണ് അങ്കമാലി ടെൽക്ക് ജംഗ്ഷന് സമീപത്ത് വെച്ച ഡോക്ടർ സിറിക്കിന്റെ കാറടിച്ച വൈപ്പിൻ എടവനക്കാട് സ്വദേശിയായ ജാസ്ലിയ ജോൺസൺ കൊല്ലപ്പെട്ടത്. പിന്നിൽ നിന്നെത്തിയ കാർ പെൺകുട്ടിയെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. കാർ നിർത്താതെ ഡോക്ടർ സിറിയക് സ്ഥലത്തുനിന്നും രക്ഷപ്പെട്ടു. 2 ദിവസത്തിനു ശേഷം കാർ തുറവൂരിൽ നിന്നും കണ്ടെത്തി. പിന്നാലെ ഡോക്ടർ സിറിയക് ഒളിവിൽ പോവുകയായിരുന്നു. അപകടമുണ്ടാക്കിയ ശേഷം പ്രതി ഹൌസ് സർജൻസിക്കായി ജോലി ചെയ്യുന്ന സ്വകാര്യ മെഡിക്കൽ കോളേജിൽ 2 ദിവസം എത്തിയിരുന്നതായി സൂചനയുണ്ട്. ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിലായിരുന്ന ജാസ്ലിയുടെ മസ്തിഷ്ക മരണം സംഭവിക്കുകയായിരുന്നു. തുടർന്ന് ജാസ്ലിയുടെ കരളും വൃക്കകളും ഉൾപ്പെടെയുള്ള അവയവങ്ങൾ ദാനം ചെയ്തു. പ്രതിയെ പിടികൂടാത്ത പോലീസ് നടപടിക്കെതിരെ സഹപാഠികളും കോളേജിലെ മറ്റു വിദ്യാർത്ഥികളും യുവജന സംഘടനകളും അങ്കമാലി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ഇതോടെയാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത്. പോലീസ് അതിരമ്പുഴയിലെ ഡോക്ടർ സിറിയക്കിന്റെ വീട്ടിലെത്തിയെങ്കിലും പൂട്ടിയിട്ട നിലയിലായിരുന്നു. ഏലപ്പാറയിലും ഇടുക്കിയിലുമുള്ള ഇവരുടെ ബന്ധുവീട്ടുകളിലും പോലീസ് പരിശോധന നടത്തിയെങ്കിലും ഇയാളെ പിടികൂടാനായിട്ടില്ല. കുറ്റകരമായ നരഹത്യയ്ക്കും പോലീസ് കേസെടുത്തിട്ടുണ്ട്. പ്രതിക്കൊപ്പം കാറിലുണ്ടായിരുന്ന സഹപാഠി അങ്കമാലി പോലീസിൽ ഹാജരായി മൊഴി നൽകി. ന്യൂസ് 18 കൊച്ചി. ഭാഗ്യം തേടി ലോട്ടറി കടയിൽ പോകുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ അതിനായി കോടതി കയറിയിറങ്ങിയവരെ കണ്ടിട്ടുണ്ടോ? ക്രിസ്മസ് ബമ്പറായ 20 കോടി രൂപ തട്ടിയെടുക്കാൻ നിയമ പോരാട്ടം നടത്തിയ ഒരാളുടെ കഥയാണിത്. പിറമ സ്വദേശിയായ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനാണ് തനിക്ക് ലോട്ടറി അടിച്ചെന്ന അവകാശവാദവുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ സജിമോന്റെ ഹർജി തള്ളിയ കോടതി യഥാർത്ഥ ഭാഗ്യശാലിക്ക് സമ്മാനത്തുക കൈമാറാൻ അനുമതിയും നൽകി. പിറവം സ്വദേശിയായ റിട്ടയർഡ് SI സജിമോനാണ് ക്രിസ്മസ് ബമ്പർ അടിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. എന്നാൽ യഥാർത്ഥ ഉടമസ്ഥർ ഹാജരാക്കിയ ടിക്കറ്റിന്റെ വിശദാംശങ്ങൾ ലോട്ടറി വകുപ്പ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഇത് പരിശോധിച്ച ശേഷമായിരുന്നു കോടതി സജിമോന്റെ ഹർജി തള്ളിയത്. ശാസ്ത്രീയമായ പരിശോധനയടക്കം നടത്തിയാണ് ലോട്ടറി വകുപ്പ് വിശദമായ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചത്. ശാസ്ത്രീയ പരിശോധനയിൽ സജിമോൻ പറഞ്ഞതുപോലുള്ള തെളിവുകൾ കണ്ടെത്താനായിട്ടില്ലെന്നും സർക്കാർ അറിയിച്ചു. ഇത് അംഗീകരിച്ച കോടതി സജിമോന്റെ ഹർജി തള്ളുകയായിരുന്നു. ഒപ്പം തന്നെ സമ്മാനത്തുക വിതരണം ചെയ്യുന്നതിന് ഏർപ്പെടുത്തിയിരുന്ന വിലക്കും നീക്കി. ടിക്കറ്റ് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളെ തുടർന്ന് ഏറെ നാളായി അനിശ്ചിതത്വത്തിലായിരുന്ന സമ്മാനത്തുക വിതരണം ഇതോടെ വേഗത്തിലാകും. XC138455 എന്ന നമ്പറിനായിരുന്നു ഒന്നാം സമ്മാനം ലഭിച്ചത്. കോട്ടയം കാഞ്ഞിരപ്പള്ളി ബസ് സ്റ്റാൻഡിനടുത്തുള്ള കടയിൽ വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചത്. കാഞ്ഞിരപ്പള്ളി ന്യൂ ലക്കി സെന്റർ എന്ന കടയിലാണ് ഒന്നാം സമ്മാനത്തിന് അർഹമായ ടിക്കറ്റ് വിറ്റത്. എന്നാൽ ക്രിസ്മസ് ബമ്പറിന്റെ യഥാർത്ഥ വിജയി ഇനിയും പേര് പരസ്യമാക്കിയിട്ടില്ല. ന്യൂസ് 18 കൊച്ചി. ഇടുക്കി രാജാക്കാട്ടെ ജനങ്ങൾ സാമൂഹ്യ വിരുദ്ധരെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. ആരാധനാലയങ്ങളും വീടുകളുമൊക്കെ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തും. രാജാക്കാട് ക്രിസ്തുരാജ ഫൊറോന പള്ളിയുടെ കീഴിലുള്ള കപ്പേളയിൽ ആക്രമണം നടത്തിയ സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മുൻവശത്തെ വാതിലിൻ്റെ ചില്ലുകൾ തല്ലി തകർത്തത്. മോഷണശ്രമമാകാമെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. രാവിലെ ടൗണിലെത്തിയവരാണ് കപ്പേളയുടെ മുൻവശത്തെ വാതിലിന്റെ ചില്ലുകൾ തകർത്ത നിലയിൽ കണ്ടത്. തുടർന്ന് പള്ളി ഭാരവാഹികളെ വിവരമറിയിക്കുകയായിരുന്നു. മുൻവശത്തെ വാതിലിന്റെ ഒരു ചില്ല് മാത്രമാണ് തകർത്തിരിക്കുന്നത്. പള്ളിക്കുള്ളിൽ നിന്നും മറ്റൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പള്ളി കമ്മിറ്റി ഭാരവാഹികൾ രാജാക്കാട് പോലീസിൽ പരാതി നൽകി. കുറ്റക്കാരെ അടിയന്തരമായി കണ്ടെത്തണമെന്നും കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഫൊറോന പള്ളിയുടെ കീഴിലുള്ള നെരിപ്പാലം കുരിശുപള്ളിയാണ് ഇത്. ഈ സ്ഥാപനത്തിന് മുമ്പിലുള്ള ഡോറിലുള്ള ചില്ല് ഇന്നലെ ഏതോ സാമൂഹിക വിരുദ്ധർ രാത്രി കാലത്ത് വന്ന് തകർത്തിട്ടുണ്ട്. അത് എന്താ കാരണം കൊണ്ടാണ് ഇത് തകർത്തതെന്ന് നമുക്ക് നിശ്ചയമില്ല. എന്തായാലും ഇതിൻ്റെ കുറ്റവാളികളെ അടിയന്തരമായി കണ്ടുപിടിക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് പറയാറുള്ളത്. ഇതിനു മുമ്പ് കപ്പേളയുടെ മുൻവശത്ത് സ്ഥാപിച്ചിരിക്കുന്ന നേർച്ചക്കുറ്റിയിൽ നിന്നും പണം മോഷ്ടിക്കാൻ ശ്രമം നടന്നിരുന്നു. സംഭവത്തിൽ രാജാക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു.
ന്യൂസ് 18 ഇടുക്കി. വീട് വാടകയ്ക്ക് നൽകിയാൽ അത് ചിലപ്പോൾ വലിയ ബാധ്യതയാകാറുണ്ടല്ലേ. താമസക്കാർ കൃത്യമായി വാടക നൽകിയില്ലെങ്കിലോ വീട് ഒഴിഞ്ഞില്ലെങ്കിലോ പിന്നെ വഴക്കും പ്രശ്നങ്ങളും സംഘർഷവും ഒക്കെ ഉണ്ടാകാം. ബംഗളൂരുവിൽ വാടക വീടിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് അമ്മാവനെ കൊലപ്പെടുത്തിയ യുവാവിനെ കുറിച്ച് കേട്ടു. സ്വാഭാവിക മരണമെന്ന് കരുതിയിരുന്ന സംഭവം വിശദമായ അന്വേഷണത്തിനൊടുവിലാണ് കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. കേസിൽ ബംഗളൂരു സ്വദേശി മസൂർ അഹമ്മദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ടൂ വീലർ മെക്കാനിക്കായ ഇനായത്ത് പാഷ എന്ന 52-കാരനെ മാർച്ച് 1-നാണ് വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോളിയോ ബാധിച്ച് ഇടതുകാലിന് ചലനശേഷി കുറവായിരുന്ന പാഷ ഒറ്റയ്ക്കായിരുന്നു താമസം. വൈകുന്നേരം ഭക്ഷണം നൽകാനായി എത്തിയ സഹോദരിയും മകനുമാണ് പാഷയെ മരിച്ച നിലയിൽ കണ്ടത്. പാഷയുടെ മകൻ സയ്യിദ് മുഹമ്മദ് അലിയാണ് പോലീസിനെ വിവരമറിയിച്ചത്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത വിവേക് നഗർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. പാഷയ്ക്ക് ക്രൂരമർദ്ദനമേറ്റിരുന്നതായി പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയതും അന്വേഷണത്തിൽ നിർണായകമായി. ഓസ്റ്റിൻ ടൗണിൽ പാഷ താമസിച്ചിരുന്ന വീടിന്റെ ഉടമസ്ഥ സഹോദരിയായിരുന്നു. ഇവരുടെ മകൻ മസൂർ അഹമ്മദാണ് കൊലയാളിയെന്ന് പോലീസ് കണ്ടെത്തി. ആദ്യം ഇയാൾ കുറ്റം സമ്മതിച്ചില്ലെങ്കിലും വിശദമായ ചോദ്യം ചെയ്യലിൽ എല്ലാം തുറന്നു പറഞ്ഞു. വീട് ഒഴിഞ്ഞു തരണമെന്നാവശ്യപ്പെട്ട് മസൂർ അഹമ്മദ് അമ്മാവനായ പാഷയെ നിരന്തരം സമ്മർദ്ദത്തിലാക്കിയിരുന്നു. മാർച്ച് 1-ന് ഇതേ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടെ പാഷയെ ഇയാൾ ക്രൂരമായി മർദ്ദിച്ചു. മുഖത്തും കണ്ണിലും നെഞ്ചിലും ഗുരുതരമായി പരിക്കേറ്റ പാഷ ബോധരഹിതനായി വീണു. തുടർന്ന് പാഷയെ കട്ടിലിൽ കിടത്തി ഇതൊരു സ്വാഭാവിക മരണമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച ശേഷം മസൂർ സ്ഥലത്ത് നിന്ന് കടന്നുകളയുകയായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ബംഗളൂരു. ഇതര സംസ്ഥാനക്കാർ കൂടുതലായി താമസിക്കുന്ന എറണാകുളം ജില്ലയുടെ കിഴക്കൻ പ്രദേശങ്ങൾ ഇപ്പോൾ ലഹരിയുടെ ഹബ്ബാണ്. ഓരോ ദിവസവും കിലോ കണക്കിന് കഞ്ചാവും സിന്തറ്റിക് ഡ്രഗുകളും ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇതോടെ പോലീസിൻ്റെയും എക്സൈസിൻ്റെയും പരിശോധനയും ശക്തമാണ്. എറണാകുളം കോതമംഗലത്ത് കഞ്ചാവുമായി എത്തിയ മൂവർ സംഘത്തെ എക്സൈസ് അതിസാഹസികമായി പിടികൂടി. ഇതര സംസ്ഥാനക്കാരായ സമീർ ഷെയ്ഖ്, മമൻ ഷെയ്ഖ്, അഭിഗുൽ ഇസ്ലാം എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. മൂവാറ്റൂർ ഭാഗത്ത് നിന്ന് കോതമംഗലത്തേക്ക് കഞ്ചാവുമായി മൂവർ സംഘം സ്കൂട്ടറിൽ വരുന്നുണ്ടെന്ന് രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് പെരുമറ്റത്ത് നടത്തിയ വാഹന പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. ഇതര സംസ്ഥാനക്കാരായ സമീൻ ഷേഖ്, മമൻ ഷേഖ്, അബിഖുൽ ഇസ്ലാം എന്നിവരാണ് അറസ്റ്റിലായത്. എക്സൈസ് ഇൻസ്പെക്ടർ സബിൻ ഡിയുടെ നേതൃത്വത്തിൽ സാഹസികമായാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഇന്നേ ദിവസം നമ്മുടെ ഓഫീസിൽ കിട്ടിയ ഒരു രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ കേസ് കണ്ടെടുക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ വിവരം എന്താണെന്ന് വെച്ചാൽ മൂവാറ്റുപുഴ ഭാഗത്തു നിന്ന് 3 പേര് ഒരു സ്കൂട്ടറിൽ ട്രിപ്പിളായിട്ട് വരുന്നുണ്ടെന്നും അവരുടെ സ്കൂട്ടറിനകത്ത് കഞ്ചാവ് സൂക്ഷിക്കുന്നുണ്ടെന്നും ഈ ഭാഗത്ത് വിൽപ്പനയ്ക്ക് കൊണ്ടുവരുവാണെന്നാണ് നമുക്ക് ലഭിച്ച വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ സ്ഥലം ഏതായിരുന്നു, കാരക്കുന്ന ഭാഗത്ത് പോയി വാഹന പരിശോധന നടത്തുകയായിരുന്നു. ആ സമയത്താണ് ഇവർ നമ്മുടെ വാഹനം കണ്ടു, നമ്മൾ കൈ കാണിച്ച് അവർ നിർത്താതെ മുന്നോട്ട് പോകാൻ ശ്രമിച്ചു. പക്ഷേ വണ്ടി ഓഫായി പോയി. അങ്ങനെ ഞങ്ങളവരെ പെട്ടെന്ന് രക്ഷപ്പെടാതെ നമ്മൾ പിടികൂടി. അതിനുശേഷം വാഹനത്തിൽ നിന്ന് നമുക്ക് ഏകദേശം കിട്ടിയ കഞ്ചാവ് ഏകദേശം ഒരു 2 കിലോ കഞ്ചാവ് കണ്ടെടുത്തു. 2 കിലോ കഞ്ചാവ് വണ്ടിയിൽ നിന്ന് കിട്ടിയതിനെ തുടർന്ന് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ പ്രതികൾ കൂടുതൽ കഞ്ചാവ് ഉള്ളതായി വെളിപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് പെരുമറ്റം പുഴയുടെ തീരത്ത് പൊന്തക്കാട്ടിൽ ഒളിപ്പിച്ചു വെച്ച നിലയിലാണ് 7.5 കിലോ കഞ്ചാവ് കൂടി കണ്ടെടുത്തത്. ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നാട്ടുകാരുടെ സഹായം ലഭിച്ചതിനാലാണ് കൂടുതൽ കഞ്ചാവ് കണ്ടെടുക്കാൻ കഴിഞ്ഞതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ന്യൂസ് 18 കോതമംഗലം. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. ആറ്റിങ്ങൽ നഗരൂരിൽ പോലീസ് ജീപ്പ് തടഞ്ഞ് അസഭ്യം വിളിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. CPM പ്രവർത്തകനായ കീഴ്പേരൂർ നൌഫിയ മൻസിലിൽ ഫൈസലാണ് അറസ്റ്റിലായത്. സൗദിയിലെ റിയാദിൽ മകന്റെ കുത്തേറ്റ് കൊല്ലപ്പെട്ട ഇന്ത്യക്കാരായ ദമ്പതിമാരുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു. ആന്ധ്രാപ്രദേശ് രാജമുണ്ട്രി സ്വദേശികളായ ഗാലി രവി, ഭാര്യ ശ്രീദേവി എന്നിവരെയാണ് മകൻ പ്രഭാകർ കുത്തിക്കൊലപ്പെടുത്തിയത്. തുടർന്ന് ആത്മഹത്യ ചെയ്ത പ്രഭാകരന്റെ മൃതദേഹവും ഉടൻ നാട്ടിലെത്തിക്കും.
ബീഡിയുണ്ടോ സഖാവെ ഒരു തീപ്പെട്ടി എടുക്കാനെന്ന സിനിമാ ഡയലോഗ് പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അത് പലരും തമാശയായി പറയാറുണ്ടെങ്കിലും ഇപ്പോൾ ബീഡിയൊന്നുമല്ല, കഞ്ചാവും കള്ളുമൊക്കെ ഉപയോഗിക്കുന്ന ചില സഖാക്കളുണ്ട്. CPM നേതാവായിരുന്ന PK ശശിയുടെ വിമർശനം ഇപ്പോഴത്തെ ചില ഡിവൈഎഫ്ഐക്കാരുടെ തനി സ്വഭാവം തുറന്നുകാട്ടുന്നതാണ്. കോഴിക്കോട് മുക്കത്ത് ഡിവൈഎഫ്ഐ വനിതാ നേതാവിൻ്റെ വീട്ടിൽ നിന്ന് എക്സൈസ് പിടിച്ചെടുത്തത് 10 ലിറ്റർ വാറ്റുചാരായമാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ മണാശ്ശേരി മേഖലാ വൈസ് പ്രസിഡന്റിന്റെ ഭർത്താവ് പ്രതീഷിനെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ചാരായം പിടികൂടിയത്. ഭരണത്തിന്റെ തണലിൽ സ്വന്തം കീശ വീർപ്പിക്കാൻ എന്ത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തുന്നവർ ഓർക്കണം, എന്നെങ്കിലും നിങ്ങൾ പിടിക്കപ്പെടുമെന്ന്. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.